വയനാട് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ടിട്ട് യൂത്ത് കോൺഗ്രസ് അന്ന് അവിടെ ഇത്ര വീടുകൾ വെച്ച് നൽകാം, 30ഓളം വീടുകൾ വെച്ച് നൽകാം എന്ന് പറഞ്ഞിട്ട് ആ വീടുകൾ വെച്ച് നൽകിയില്ല എന്നൊരു വലിയ ആരോപണം നേരിടുന്ന ഘട്ടത്തിലാണ് താങ്കളിപ്പോൾ സംസാരിക്കാൻ വരുന്നത്. ഇതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ജനങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 30 വീടുകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടും ഒരു വീട് പോലും നിങ്ങൾക്ക് നൽകാൻ സാധിക്കാത്തതെന്ന് എന്തുകൊണ്ടാണ്? അതിൽ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനയിൽ നിന്ന് തന്നെ ചില ആളുകൾ ചെയ്ത് ഒരു എന്താ പറയുക ഒരു വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് ഈ പറയുന്നത് നിങ്ങൾ ചർച്ച ചെയ്യുന്നൊരു ഇഷ്യൂ. അപ്പോൾ അതിൽ ആദ്യമായ ഒരു കാര്യം സൂചിപ്പിക്കുക, ഇപ്പം DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുതൽ ഇങ്ങനെ DYFIയുടെ താഴെത്തട്ടിൽ നേതാക്കന്മാർ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. സത്യത്തിൽ ഒരു യുവജന സംഘടനയും വയനാടിനെ സംബന്ധിച്ചിടത്തോളം വീട് വെച്ചു കൊടുത്തിട്ടില്ല. കാരണം ഗവൺമെൻറ്റിന് തന്നെ ഈ സമയം വരെ വീട് വെച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. DYFI പറഞ്ഞത് ഞങ്ങൾ ഇത്ര വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് സംഭവിച്ചത് അവർ ആ പണം ഗവൺമെൻറ്റിന് കൈമാറുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ 750 കോടി രൂപ വന്നിട്ട് 15 ലക്ഷം രൂപയുടെ വീടാണ് ഇപ്പോൾ വെച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എന്താ പറയുക ഒരു പ്രയാസകരമായ സാഹചര്യം അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് അവിടെ വിടുകയാണ്. കാരണം നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ ഡയറക്റ്റ് വരാം. ഇതിൽ യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് ഒരു പുതുപിരിവ് ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പാർട്ടി പ്രവർത്തകന്മാരടുത്തും അതേപോലെ തന്നെ അനുഭാവികളടുത്തും ഞങ്ങൾ ഈ ചലഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെറിയൊരു സാമ്പത്തികം ഞങ്ങൾ സ്വരൂപിക്കുകയും അത് സ്വരൂപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് 88 ലക്ഷം രൂപ കിട്ടിയത്. അതിൽ ഞങ്ങൾ ഇപ്പോഴും ചില ആളുകൾ ഞങ്ങൾക്ക് പണം തരാണ്ട് അവരത് പിരിച്ചിട്ടുമില്ല. ഞങ്ങൾ പറഞ്ഞത് 30 വീടാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ധാരണ ഗവൺമെൻറ് ഞങ്ങൾക്ക് സ്ഥലം അനുവദിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേയാണ് ഗവൺമെൻറ് പിന്നീട് പെട്ടെന്നൊരു പോളിസി മാറ്റിയത് ഞങ്ങൾ ആർക്കും സ്ഥലം കൊടുക്കുന്നില്ല എന്നുള്ളത്. ഞങ്ങൾ കത്തെഴുതിയിട്ട് പോലും ഞങ്ങൾക്ക് സ്ഥലം അനുവദിച്ചില്ല. അപ്പോഴാണ് ഗവൺമെന്റ് പോലും അവിടെ ഭവന പദ്ധതിക്ക് വേണ്ടി സ്ഥലം പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആരോപണം പറയുമ്പോൾ ഞങ്ങൾക്ക് അതിലവിടെ സൂചിപ്പിക്കുക ഞങ്ങൾ മറ്റൊരു സജഷനും ഗവൺമെൻറ് മുമ്പിൽ വെച്ചിരുന്നു. ഞങ്ങൾക്ക് 2.5 ഏക്കർ സ്ഥലം ഞങ്ങളൊരു പാലക്കാടുള്ള ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കാൻ ഒരു പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തോട്ട മുതലാളി ഞങ്ങൾക്ക് 2.5 ഏക്കർ സ്ഥലം യൂത്ത് കോൺഗ്രസ് തന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് ഇത്ര പരിപാടി നടത്തുമ്പോൾ അപ്പോൾ സ്വാഭാവികം ആ 2.5 ഏക്കർ സ്ഥലം ഈ പറയുന്ന സ്ഥലത്ത് 40 കിലോമീറ്റർ അകലെയാണ്. ആ 40 കിലോമീറ്റർ അകലെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് മുതൽ മറ്റൊരു സെഷൻ വെച്ചു. ഈ 2.5 ഏക്കർ സ്ഥലം ഗവൺമെൻറ് എടുത്തിട്ട് ഞങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ഒരു 2 ഏക്കർ സ്ഥലം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം എന്ന് ഞങ്ങൾ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതുമാത്രമല്ല രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 കോൺഗ്രസ് വീടുകൾ, ആ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ 30 വീടും കൂടി സഹകരിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 30 വീട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഞങ്ങളിപ്പോൾ കോൺഗ്രസ് ഇപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ കോൺഗ്രസ് തന്നെ വില കൊടുത്ത് സ്ഥലം കണ്ടെത്തി വാങ്ങി ഒരു ടൗൺഷിപ്പ് മോഡൽ അവിടെ വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വീടിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീടുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. യാതൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാട് ഈ വിഷയത്തിൽ നടക്കാത്ത വിഷയത്തിലാണ് ഞങ്ങളെ സത്യത്തിൽ ഇതിലേക്ക് വലിച്ചെടുക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഒരുപാട് വിഷയങ്ങളിൽ പ്രതിരോധത്തിലാണ്. കോട്ടയം വിഷയമായ ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ. അപ്പോൾ അതിനകത്ത് 2.5 ലക്ഷം രൂപ വീതം പിരിക്കാൻ ഓരോ മണ്ഡലം കമ്മിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മണ്ഡലം കമ്മിറ്റികൾ അത് പിരിച്ചിട്ടില്ല എന്നാണ്. ഈ പിരിവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് പ്രശ്നം. ഞങ്ങൾ 2.5 ലക്ഷം രൂപ കളക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ധരിച്ചിരുന്നത് ഇത് പെട്ടെന്ന് കഴിയുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതും അത് സ്ഥലം കിട്ടുമെന്നും ലഭിക്കുമെന്നുള്ളതിലാണ് ഞങ്ങൾ 2 ലക്ഷം രൂപയുടെ കാര്യമാണ്. ചില ബ്ലോക്ക് കമ്മിറ്റികൾ അത് പൂർത്തീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതവിടെ പണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പണം വാങ്ങി വെച്ചിട്ടാണ് ഇതേപോലെ ഇനി ഒരു പ്രയാസം വരുന്നതെങ്കിൽ ആരോടെ മറ്റൊന്നും ആവുമായിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന 30 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും. അതിനുള്ള സംഘടനാശേഷിയൊക്കെ യൂത്ത് കോൺഗ്രസിനുണ്ട് എന്ന് മാത്രമല്ല ഈ സമയം വരെ വയനാടിൻ്റെ പേരിൽ ഒരു പുതുപിരിവും
സംഘടന നടത്തിയിട്ടില്ല, അതിന് സംഘടന നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും വയനാട്ടിലെ ജനങ്ങൾക്ക് വീട് വെച്ച് നൽകും എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. 100%. അതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ കയ്യിൽ നിന്ന് പണമെടുത്ത്, ഞങ്ങളുടെ അനുഭാവികളുടെ കയ്യിൽ നിന്ന് പണമെടുത്ത്, ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിക്കാനേ ഉദ്ദേശിക്കുന്നില്ല. അല്ലാതെ തന്നെ ഈ പറയുന്ന 30 വീടുകൾ വെക്കാനുള്ള സംഘടനാ ശേഷി കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ട്. അത് ഞങ്ങൾ പരിഹരിക്കും, ഞങ്ങളത് ചെയ്യും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ ചില പോളിസികളുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇപ്പം തന്നെ മുസ്ലിം ലീഗ് ഒരു സ്ഥലമെടുത്തു. ആ സ്ഥലമെടുത്തിട്ട് ഇപ്പം നിലവിൽ അതിന് നികുതി കൊടുക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ അതിന് ക്രയവിക്രയം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് എന്ത് ചെയ്തിരിക്കുകയാണ്, തടസ്സവാദം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ് എന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം മറ്റുള്ളവർ ആര് ചെയ്യുമ്പോഴും അതിന് തടസ്സം നിൽക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ. ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് മനസ്സിലാക്കിയിടത്തോളം 6 മാസത്തോളം ഗവൺമെൻറ് മുമ്പിൽ അവർ കാത്തു നിന്നതിന് ശേഷം ക്ഷമ കെട്ടിട്ടാണ് പിന്നീട് അവർ തന്നെ സ്ഥലം വാങ്ങി ഈ പറയുന്ന ഭവന പദ്ധതി പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. സർക്കാരിനേക്കാൾ കൂടുതൽ പണം കൊടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതേപോലെ തന്നെയാണ് ഈ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അവിടെ കോടിക്കണക്കിന് രൂപയുടെ മറ്റു പദ്ധതികൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതാരും കാണുന്നില്ല. അവിടെ ഞങ്ങൾ വാഹനം നഷ്ടപ്പെട്ടവർക്ക് വാഹനം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, വീട് ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വീട് ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിനേക്കാൾ നല്ല രീതിയിൽ എന്താ പറയുക, ഗുണമേന്മയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത ഒരു സംഘടനയോട് ഈ പറയുന്ന വിവാദങ്ങളിൽ നിന്ന് വൈതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അത് ഞങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ കാണുന്നുണ്ട്. ജനങ്ങളത് വിശ്വസിക്കില്ല. ഇത് നിലമ്പൂർ ഇലക്ഷൻ ഇതൊക്കെ ചർച്ച ചെയ്തതാണ്, അതൊന്നും പ്രശ്നം ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ്സിന് ഇതിലൊന്നും മറച്ചു വെക്കാനില്ല എന്ന് മാത്രമല്ല, ഞങ്ങളിനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ രേഖകളും ഓരോ ദിവസമായിട്ട് പുറത്തുവിടുകയും ചെയ്യും. അപ്പോൾ ഈ 2018 പ്രളയത്തിന്റെ സമയത്ത് UDF കൺവീനറായിരുന്ന MM ഹസൻ 1000 വീടിന്റെ കാര്യം പറഞ്ഞത്, 1000 വീടുകൾ വെച്ച് നൽകുമെന്നുള്ളത്. അതിൽ ഒരു വീട് പോലും ഇതുവരെയായിട്ടും നൽകാൻ സാധിച്ചില്ല എന്നത് വെച്ചാണ്, അതും ഇപ്പോഴത്തെ ഈ പറഞ്ഞ 30 വീടുമാണ് ഒരുമിച്ച് താരതമ്യം ചെയ്യുന്നത്. അതായത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ വെറും വാക്കുകളിൽ മാത്രമേ ഉള്ളൂ, അവരുടെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് പറഞ്ഞ 1000 വീടപ്പോൾ എവിടെ പോയി? 1000 വീടെന്നല്ല വെച്ചു കൊടുത്ത്, 1200 വീടുകൾ വെച്ചു കൊടുത്ത്. അത് KPCCയുടെ വെബ്സൈറ്റിൽ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ളവർ ഓരോന്നും എണ്ണമിട്ട് ഇന്ന സ്ഥലത്ത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി അത് പരസ്യപ്പെടുത്തി കഴിഞ്ഞ വിഷയമാണ്. ആ വിഷയം വീണ്ടും എന്തിനാണ് കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അന്ന് CPM പ്രഖ്യാപിച്ച വീടുകൾ ഒന്നുപോലും ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ വെച്ച വീടുകളിലെ കണക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് KPCCയുടെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിലവിൽ ഇപ്പോഴും പോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.